गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ധർമ്മസന്ദേശ യാത്ര കേരളത്തിൽ എല്ലാ ജില്ലകളിലൂടെയും കടന്നുപോയി 21-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കത്തക്ക വിധം ഇന്നിവിടെ തുടക്കം കുറിച്ചു. വാസ്തവത്തിൽ ഇന്നലെ തന്നെ ഇത് ആരംഭിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ചപ്പോൾ അനന്തരം അത്യന്തം ആവേശോജ്വലമായ ഒരു സ്വീകരണം നേരമേറെ വൈകിയിട്ടും ആയിരക്കണക്കിന് പേര് ചേർന്ന് തലപ്പാടിയിൽ സ്വീകരിച്ചു. ഇന്ന് ഹിന്ദു നേതൃസമ്മേളനം ചിന്മയ മിഷനിൽ നടന്നു. അനന്തരം നമ്മൾ ഈ പൊതുസമ്മേളനത്തിലാണ്. ഈ ധർമ്മ സന്ദേശയാത്രയുടെ വലിയൊരു സന്ദേശം ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കുന്നൊരു ദിവസമാണ് ഇന്ന് വാൽമീകി ജയന്തിയാണ്. സ്വധർമ്മം മറന്ന് തീർത്തും അബദ്ധസഞ്ചാരം ചെയ്തു പോയ ഒരു വ്യക്തി ആവർത്തിക്കട്ടെ, സ്വധർമ്മം മറന്ന് അബദ്ധസഞ്ചാരം ചെയ്തു പോയൊരു വ്യക്തി. ആ വ്യക്തി മഹാത്മാക്കളുടെ ഉപദേശം കേൾക്കാൻ ഇട വന്നപ്പോൾ ഒരു സാമാന്യ മനുഷ്യനല്ല, ഋഷിയല്ല, മഹർഷിയായി തീർന്നു. ആദി കാവ്യത്തിൻ്റെ ആദ്യ ഇതിഹാസത്തിൻ്റെ രചയിതാവായി തീർന്നു. വാസ്തവത്തിൽ ഈ ധർമ്മ സന്ദേശ യാത്ര ആരംഭിക്കാൻ ഇതിൽ പരം ഉചിതമായ മറ്റൊരു ദിവസം ഏത്? കാരണം നമുക്കൊന്നുമില്ലാത്തതില്ല. ആവർത്തിക്കട്ടെ, നമുക്കൊന്നുമില്ലാത്തതില്ല. പക്ഷെ നമ്മൾ വിസ്മരിച്ചിരിക്കുന്നു. നമ്മുടെ മഹിമ നമ്മൾ മറന്നിരിക്കുന്നു. നമ്മുടെ സമ്പത്തിനെ നമ്മൾ മറന്നിരിക്കുന്നു. അതൊന്ന് ഓർമ്മിക്കണം, അത്രയേ ഉള്ളൂ. ഓർമ്മിച്ചു കഴിഞ്ഞാൽ സ്വന്തം സമ്പത്തിന്റെ, സ്വന്തം മഹിമയുടെ ഓർമ്മ നമ്മുടെ സമാജത്തിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ യാതൊരു സന്ദേഹവും വേണ്ട, എല്ലാ മേഖലകളിലും സമുന്നതമായ പദത്തിലേക്ക് ഉയർന്ന് ലോക ഗുരു പദത്തിലേക്ക് ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളവും. ഇത് പറയാൻ കാരണം നമ്മളെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേരളം ഒന്ന് വേറെ തന്നെയാണ്, ഭാരതം മൊത്തത്തിലൊന്ന്. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന, മാറിയുള്ള ഒരു പ്രദേശമാണ് കേരളമെന്ന് ആരൊക്കെയോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ധർമ്മ സന്ദേശ യാത്ര ആരംഭിക്കുന്നത് കാസർഗോഡ് വെച്ചിട്ടാണ്. എന്താണ് കാസർഗോഡ്? പൂരക്കളിയുടെ
നാട് പോരാ. സകല ശാസ്ത്രങ്ങളും, അത് വേദത്തിന്റെ ഏത് ഭാഗമായാലും, അത് കർമ്മകാണ്ഡമാകട്ടെ, ഇനി സംഹിതയാകട്ടെ, ബ്രാഹ്മണമാകട്ടെ, ആരണ്യമാകട്ടെ, ഉപനിഷത്താകട്ടെ, വേദാംഗങ്ങളാകട്ടെ, ഉപവേദങ്ങളാകട്ടെ, ഇതിഹാസങ്ങളാകട്ടെ, പുരാണങ്ങളാകട്ടെ, ഇതര ധർമ്മശാസ്ത്രങ്ങളാകട്ടെ, ഏത് മേഖലയിൽ നിന്നും ചോദ്യം ചോദിക്കാവുന്ന, അതിനുത്തരം നൽകേണ്ടുന്ന, നൽകിയിരുന്ന മറുത്തുകളിയുടെ നാട്. മറക്കരുത്. ഇതിനെ മറ്റു പലതുമാക്കി ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കി നാം ആരാണെന്നൊന്ന് ഓർമ്മിക്കണം. ശാക്തേയ ഉപാസനയുടെ ശക്തി കേന്ദ്രം എന്നല്ല, അനേക സംവത്സരങ്ങൾ കൂടുമ്പോൾ മാത്രം നടക്കുന്ന തരം ശക്തിയേറിയ കാളിയാട്ടങ്ങളുടെ ഭൂമിക. ആ ഭൂമികയിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതെന്തിനു പറഞ്ഞു തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളോട് മനു ഒരു അനുശാസനം ചെയ്തിട്ടുണ്ട്, സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ എന്ന്. സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ ഇവിടുത്തെ ജനങ്ങൾ. ചരിത്രബോധമുള്ള, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മാത്രമേ ഈ ലോകത്തിൽ നിലനിൽപ്പുള്ളൂ. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറില്ലെങ്കിൽ നമ്മൾ ചവിട്ടി മതിക്കപ്പെടും, ഒരു സംശയമില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള കരുത്ത്. ആ കരുത്തിൽ ശാന്തി മന്ത്രങ്ങൾ വേണം. ലോകത്തിന് മുഴുവൻ ശാന്തി പ്രദാനം ചെയ്യുന്ന, സന്മനസ്സുള്ളവർക്ക് സമാധാനമല്ല, സന്മനസ്സുള്ളവർക്കും ദുർമനസ്സുള്ളവർക്കും സമാധാനം നൽകുന്ന, ഈ ലോകത്തിലെ സമസ്ത ജനരാശിക്കും സമാധാനം നൽകുന്ന, ലോകത്തിൽ ഒരാളെയും പാപി എന്ന് വിളിക്കാത്ത, മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന് തിരിച്ചറിയുന്ന, അതെ, എല്ലാവർക്കും ശാന്തിയേകുന്ന ഒരു ദർശനം. അതോടൊപ്പം ശക്തിയുടെ കരുത്തിന്റെ, ആയുധ ബലത്തിന്റെ, ആയോധന പാടവത്തിന്റെ ബലം, ഈ രണ്ട് ബലവും ബ്രഹ്മ തേജസ്സും ക്ഷാത്ര വീര്യവും ഒത്തുചേർന്ന ഒരു സമാജമായി നമ്മുടെ സമാജത്തിന് ഉയരാൻ സാധിക്കണം. അതായിരുന്നു ഭാരതം, അതാണ് ഭാരതം, അതായിരിക്കണം ഭാരതം. നമ്മൾ എന്തെല്ലാമോ വികലങ്ങളായ ധാരണകളെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആരൊക്കെയോ നമുക്ക് എന്തെല്ലാമോ പറഞ്ഞു പഠിപ്പിച്ചു തന്നത് നമ്മൾ അതേപടി കേട്ട് വിഴുങ്ങിയിട്ടുണ്ട്. വലത്തെ കരണത്ത് അടി കിട്ടിയ ഇടത്ത് കാണിക്കണം അത്രേ, അപ്പൊ ഇടത്തും കിട്ടും. അപ്പോഴോ വലത്തും കാണിക്കണം. ഇങ്ങനെ കണ്ടവനോട് തല്ലുകൊണ്ട് നശിക്കേണ്ടവരാണോ നമ്മൾ? അല്ല, തന്റെ ഉപാസനാ ബലം കൊണ്ട്, ആവർത്തിച്ച് പറയട്ടെ, ഉപാസനാ ബലം കൊണ്ട് വലത്തേക്ക് പോകുന്ന കൈ താഴ്ത്തിക്കാനുള്ള കഴിവ് നമ്മുടെ കണ്ണുകൾക്ക് വേണമോ? ചിന്തിക്കുക. ഇങ്ങനെ കൈയടിച്ചാൽ ആവേശം കൂടുമൊന്നുമില്ല. അതിന് പകരം അത്രയും നേരം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വലിയ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ആളെ ഒന്ന് അടിച്ചോളൂ, അതിനൊരു ഗുണം ഉണ്ടാവും. ഈ സ്വന്തം കൈ ഇങ്ങനെ അടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇവിടെ അതുകൊണ്ട് ഒരു ആവേശം കൂടാൻ പോണില്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ബ്രഹ്മതേജസ്സും ക്ഷാത്ര വീര്യവും ഒത്തുചേർന്ന വ്യക്തികളും സമാജവുമായി നമുക്ക് തീരാൻ കഴിയണം. നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, വിവേകാനന്ദ സ്വാമികൾ കണ്ട ഭാരതത്തിന്റെ ദയനീയവും ദരിദ്രവുമായ അവസ്ഥയെ കുറിച്ച്. നൂറ്റാണ്ടുകൾ അല്പം പിന്നിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, ലോകത്തിന്റെ സകല സൗഭാഗ്യങ്ങളുടെയും ആകരമായിരുന്നു ഭാരതം. ലോകത്തിന്റെ മൊത്തം വാണിജ്യത്തിന്റെ, വ്യവസായത്തിന്റെ 35% കൈകാര്യം ചെയ്തത് ഭാരതമായിരുന്നു. താൻ എത്തിച്ചേർന്ന പ്രദേശം ഭാരതമല്ല എന്ന് കൊളംബസ് തിരിച്ചറിഞ്ഞത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ
സ്വർണ്ണ നിർമ്മിത കെട്ടിടങ്ങളെ കാണാത്തത് കൊണ്ടാണ്, അവിടുത്തെ വിദ്വൽ സഭകളെ കാണാത്തത് കൊണ്ടാണ്. കുറച്ച് ദിവസം അദ്ദേഹം വിചാരിച്ചു താൻ എത്തിച്ചേർന്നത് ഭാരതത്തിലാണെന്ന്. ചിന്തിക്കുക, കാലമേറെ കഴിഞ്ഞ് മെക്കാളെ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ രേഖകൾ ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. ഭാരതത്തിൽ ഉടനീളം സഞ്ചരിച്ചിട്ട് ഞാൻ ഭിക്ഷക്കാരെ കണ്ടിട്ടില്ല. സന്യാസിമാർ അവരുടെ ധർമ്മത്തിന്റെ ഭാഗമായി ഭിക്ഷാടനം ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇല്ലായ്മ കൊണ്ട് ഭിക്ഷ എടുക്കുന്നവരെ കണ്ടിട്ടില്ല. ഇത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയല്ല, സമീപകാലത്തുണ്ടായതാണ്. പക്ഷേ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അടിമത്ത കാലഘട്ടത്തിൽ ആത്മവിസ്മൃതിയിലേക്കാണ് നമ്മൾ. ആ ആത്മവിസ്മൃതിയിൽ നിന്ന് നമ്മളെ ഉയർത്താൻ വേണ്ടി നിരവധി മഹാപുരുഷന്മാർ ആവിർഭവിച്ചു. പ്രാതസ്മരണീയനായ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ആ വാക്യം നേരത്തെ ഇവിടെ ആമുഖ പ്രഭാഷണം ചെയ്ത പൂജ്യ നന്ദാത്മജാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, വരുന്ന 50 വർഷം ഭാരതാംബയാകട്ടെ നിങ്ങളുടെ ഉപാസ്യ ദേവത എന്ന്. പക്ഷേ നമ്മൾ ആ വാക്യം ശിരസിലേറ്റിയോ? ഏറ്റിയിരുന്നെങ്കിൽ 1947 ഭാരതം സ്വതന്ത്രയാകുമായിരുന്നു. ഉണ്ടായില്ല, മുറിച്ച് മാറ്റപ്പെട്ടു, ഛിന്ന ഭിന്നമായി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം രൂപം കൊണ്ടു, അതും പകൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും പറ്റുന്ന സമയത്ത്. ബാക്കിയുള്ള എല്ലാ സ്ഥാനവും കൂടി പൊതുവെ നമ്മൾ ശുഭകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാത്ത അർദ്ധരാത്രി മറ്റൊന്നായി. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ധീരദേശാഭിമാനികളുടെ കാലോചിതമായ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഭാരതത്തിന്റെ പുനരേകീകരണം വലിയൊരളവോളം സംഭവിച്ചു. പക്ഷേ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ടോ അധികാര കസേരയിൽ ആളുമാറിയിരുന്നത് കൊണ്ടോ രാഷ്ട്രത്തിന്റെ മഹത്വത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല. രാഷ്ട്രത്തിന്റെ മഹത്വം വീണ്ടെടുക്കണമെങ്കിൽ സ്വന്തം ചരിത്രബോധം ഉൾക്കൊണ്ട, ബൗദ്ധിക വിഭവത്തെ ഉൾക്കൊണ്ട, കായിക ശേഷിയുള്ള, ശാരീരികവും ബൗദ്ധികവുമായ സമന്വയമുള്ള സമൂഹം ഉരുത്തിരിഞ്ഞു വരണം. വിവേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞു, പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് സ്വാമിജിയുടെ. ഒരു വാക്യം, ഭാരതത്തിനേറ്റ രോഗം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അതിന്റെ പരിഹാര ഔഷധം എന്റെ പക്കലുണ്ട്. ഗിരി ഗുഹകളിൽ നിന്നും യതിമഠങ്ങളിൽ നിന്നും വേദത്തെ പുറമേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിൽ വാരി വിതറൂ. ഇതാണ് സ്വാമിജി ഒരു പരിഹാരം പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞു, ഓരോ ഗ്രാമത്തിലും ഉരുക്കുകൊണ്ടുള്ള മാംസപേശികളുള്ള 10 ചെറുപ്പക്കാരെ എനിക്ക് തരും. ഇത് രണ്ടും നമുക്ക് സാധിച്ചാൽ വേദത്തെ ജനസാമാന്യത്തിലേക്ക് എത്തിച്ചാൽ, വേദത്തെ എത്തിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും നാളെ തൊട്ട് മാണ്ഡൂക്യ കാരിക പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരും നാളെ തൊട്ട് സംഹിത കണ്ഠസ്ഥമാക്കണം ഹൃദിസ്ഥമാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് വേദത്തിന്റെ പരമ താല്പര്യത്തെ നമ്മൾ ഉൾക്കൊണ്ടാൽ, അത് ഉൾക്കൊണ്ടല്ലേ നമ്മൾ വളർന്നത്? അങ്ങനെയല്ലേ നമ്മളോട് മുത്തശ്ശിമാര് പറഞ്ഞു തന്നത്, അക്ഷരം ചവിട്ടരുത് മോനെ, അക്ഷരം ചവിട്ടി പോയി കഴിഞ്ഞാൽ തൊട്ട് തലയിൽ വെക്കണേ. അന്ന് നമ്മൾ അച്ചടിച്ച കടലാസ് ചവിട്ടില്ലായിരുന്നു, അഥവാ ചവിട്ടി പോയാൽ തൊട്ട് തലയിൽ വെക്കുമായിരുന്നു. ഇന്നിപ്പോ ടൈൽസ് വിരിച്ചു കഴിഞ്ഞാ, സിമെന്റ് ഇട്ട് കഴിഞ്ഞാ നിലത്ത് ചവിട്ടാതിരിക്കാൻ അക്ഷരം അച്ചടിച്ച പേപ്പർ വെക്കാൻ നമുക്കൊരു മടിയുമില്ല. ഒരു കാറ് സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ അക്ഷരത്തിൽ ചവിട്ടാൻ നമുക്ക് മടിയില്ല. എന്തിന് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അക്ഷരത്തിൽ ചവിട്ടാൻ നമുക്ക് മടിയില്ല. അങ്ങനെയായിരുന്നു നമ്മൾ. ചിന്തിക്കുക, മുതിർന്ന ഒരാളെ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമസ്കരിക്കും. ഇനി നമസ്കരിച്ചിലേക്ക് ഒന്ന് തൊട്ട് തലയിൽ വെക്കും.
ഈശ്വര സർവഭൂതാനാം ഹൃദയർജുന തിഷ്ഠതീത മന്ത്രം നമ്മൾ പഠിച്ചില്ലെങ്കിലും ആശയം നമ്മൾ ഉൾക്കൊണ്ടിരുന്നു. ചിന്തിക്കുക. ഇതാണ് വേദം കൊണ്ട് ഉദ്ദേശിച്ചത്. വേദത്തിന്റെ താല്പര്യം ഉൾക്കൊണ്ട ഒരു സമൂഹം, അതിനനുസരിച്ച് ആചാരനിഷ്ഠയുള്ള ഒരു സമൂഹം, അത്തരമൊരു സമൂഹം മാത്രമേ നിലനിൽക്കൂ, ഉയരൂ. ഇത് പറയുന്ന സമയത്ത് ശാസ്ത്ര താല്പര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ നിലയ്ക്കും നമ്മൾ ഉയരും. സാമ്പത്തികമായി ഉയരും, തൊഴിൽപരമായി ഉയരും, വ്യവസായങ്ങളിൽ ഉയരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടക്കാലത്ത് വലിയ അപരാധം ചെയ്തു നമ്മുടെ പ്രത്യേകിച്ച് ആധ്യാത്മിക പ്രഭാഷകന്മാർ. ആവർത്തിച്ച് പറയുന്നതിന് മടിയില്ല. സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ പണം സമ്പാദിക്കരുത്, പണം ആളെ കൊല്ലിയാണെന്ന്. ഇത് പ്രസംഗിച്ച സ്വാമിക്ക് ദക്ഷിണ വേണം താനും, അത് വേറെ വിഷയം. അത് വേദ താല്പര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. ഒരുപക്ഷെ സംസ്കൃതത്തിന്റെ അർത്ഥം അറിയാതെ ശാങ്കര കൃതിയിൽ നിന്ന് അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്ന് നമ്മൾ ചൊല്ലി. സംസ്കൃതം പഠിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കില്ല. സംസ്കൃതം പഠിക്കാതെ ചൊല്ലി എന്തേ ഉണ്ടായി? നമ്മള് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയും വ്യവസായത്തിലും കച്ചവടത്തിലും താഴെ പോവുകയും ചെയ്തു. മറ്റൊരാളെയും കുറ്റം പറയരുത്. വേദം അനുശാസിച്ചത് അതല്ല. ഭൂത്യൈന പ്രമദിതവ്യം. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറരുത്. എന്താ ഐശ്വര്യത്തിനായിക്കൊണ്ട് ചെയ്യേണ്ടത്? നമ്മൾ എളുപ്പ വഴി കണ്ടുപിടിച്ചു. ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, ശബരിമല അയ്യപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, ആ ദേവൻ ഈ വീടിന്റെ ഐശ്വര്യം, ഈ ദേവി ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ വീടിന്റെ വാതിലിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചു. എന്നാ ഐശ്വര്യം ഉണ്ടാവുമോ? ഉണ്ടാവും. അത് അച്ചടിക്കണ കമ്പനിക്കാർക്ക്, അല്ലാണ്ട് നമുക്കുണ്ടാവില്ല. ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ കഠിനമായി അധ്വാനിക്കണം. ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ബുദ്ധിപൂർവം അധ്വാനിക്കണം. ചിന്തിക്കില്ല. വേദം അനുശാസിച്ചു, കുശലാന്ന പ്രമദിതവ്യം. നിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറരുത്. നമ്മൾ എന്ത് ചെയ്തു? സ്വത്തുകളൊക്കെ വിറ്റ് നശിപ്പിച്ചു, ദുർബലരായി തീർന്നു. ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരെങ്കിലും ഒരു പ്രതിജ്ഞ ചെയ്യുക, ദയവ് ചെയ്ത്. ഞങ്ങൾ സ്വത്ത് വിറ്റ് നശിപ്പിക്കില്ല. വിവാഹം തുടങ്ങിയ ചടങ്ങുകൾക്ക് ഞങ്ങൾ ധൂർത്ത് ചെയ്യില്ല. ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളോടനുബന്ധിച്ച് ധൂർത്ത് ചെയ്യില്ല. ശാസ്ത്രീയമായി വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് ആചാര്യ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കും എന്നൊരു പ്രതിജ്ഞ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മൾ തെറ്റിദ്ധരിച്ചു ഈ വിഷയത്തിൽ. നേരത്തെ പറഞ്ഞില്ലേ, വലത്തെ കരണത്ത് അടി കിട്ടിയാലെന്ന്. അതിനേക്കാൾ കഠിനമായ വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വായി കൈയിട്ടാ കടിക്കില്ല, അത്ര നല്ല ആളാ. എടേ, വായി കൈയിട്ടാ കടിക്കാത്ത ആള് നല്ല ആളാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആർക്കെങ്കിലും ധൈര്യം കൊന്നു വന്ന് എന്റെ വായി കൈയിട്ടു, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാറ്. സ്വാമി, നിങ്ങൾ കടിക്കാൻ പാട്ടോ, നിങ്ങളൊരു സന്യാസിയല്ലേ? ഞാനൊരു സന്യാസിയാ. പക്ഷെ ഇവിടെ നിങ്ങളെ ആരെ ഉപദ്രവിക്കാതെ നിൽക്കണ എന്റെ വായിൽ നിങ്ങൾ വന്ന് കൈയിടണോ? ഇത് കഴിഞ്ഞാൽ കടിക്കും. ഇത് പറഞ്ഞതിന്റെ താല്പര്യം ഒന്നിനും കൊള്ളാത്തൊരു ജനവിഭാഗമായി നമ്മെ തീർത്തു. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ജനങ്ങളായി നമ്മൾ ജീവിച്ച ഈ ഹിന്ദുക്കൾ നല്ല കൂട്ടരാ കേട്ടോ. ഹിന്ദുക്കൾ നല്ല കൂട്ടരാ, വളരെ നല്ലതാ. പക്ഷെ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപകട. അത് അപകടകാരികളാ. ഹിന്ദുവിന്റെ ഭാവമാണ് ഹിന്ദുത്വം. ഭാവാർത്ഥത്തിലാണ് ത്വം പ്രത്യയവും തല് പ്രത്യയവും വരിക. തല് പ്രത്യയം വന്നാൽ സ്ത്രീലിംഗായിട്ട് താന്ന് വരും, ത്വം പ്രത്യയം വന്നാൽ നപുംസകായിട്ട് ത്വന്ന് വരും. ഒരു മാറ്റവും ഇല്ല. ഹിന്ദുവിന്റെ ഭാവമാണ് ഹിന്ദുത്വം. പക്ഷെ ഇങ്ങനെയുള്ള പലതും പറഞ്ഞ്
സ്വന്തം ശാസ്ത്രബോധം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവുകളെ മുഴുവൻ വിശ്വസിച്ച് സ്വന്തം സ്വത്വത്തെ മറന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ആണ്ടുപോയി. അതുകൊണ്ട് പ്രശ്ന പരമ്പരകൾ, പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നില്ല. ഇവിടെ നമ്മുടെ സമൂഹം മയക്കുമരുന്നുകളിൽ അമർന്നു പോകുന്നതോ, അല്ലെങ്കിൽ കുടുംബ ഛിദ്രതകളോ, അല്ലെങ്കിൽ പ്രേമമെന്ന കൊലുക്കിൽപ്പെട്ട് മതം മാറ്റത്തിന് വിധേയരാക്കപ്പെടുന്നതോ, അല്ലെങ്കിൽ അജ്ഞാനം ചൂഷണം ചെയ്യപ്പെട്ട് മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെടുന്നതൊന്നും പറയാൻ പോകുന്നില്ല. കാരണം പ്രശ്നങ്ങളെ കുറിച്ച് വാതോരാതെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. പരിഹാരം എന്ത്? പരിഹാരം ഒന്നാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും മടങ്ങുക. അതുകൊണ്ട് ഈ ധർമ്മ സന്ദേശ യാത്രയിൽ യഥോ ധർമ്മസ്തോ ജയ എന്ന വാക്യത്തോടൊപ്പം ഒരു മലയാള വാക്യം കൂടി വെച്ചിട്ടുണ്ട്. കേരള തനിമയിലേക്ക്. പലരും ഇന്ന് നവകേരളത്തെ കുറിച്ച് പറയുന്നുണ്ട്. പുതിയ കേരളം സൃഷ്ടിക്കണം. വേണ്ട, നമുക്ക് പുതിയ കേരളം. ഒരു പഴയ സുന്ദരമായ കേരളം ഉണ്ടായിരുന്നു അവിടെ. അത് മതി നമുക്ക്. ആ തനിമയുണ്ടല്ലോ. എന്താണ് ആ തനിമ? ആ തനിമയ്ക്ക് ഒന്ന് രണ്ട് ദൃഷ്ടാന്തം മാത്രം പറയാം, ഏറെ വിസ്തൃതമായി പറയുന്നില്ല. കേരളത്തിന്റെ മധ്യഭാഗത്തിലൂടെ ഒഴുകുന്നൊരു പുഴയുണ്ട്. ഏതാ പുഴയുടെ പേര്? പാലക്കാട് പുഴയല്ല, ഒട്ട് കേരളപ്പുഴയുമല്ല, അത് ഭാരതപ്പുഴയാണ്. അതാണ് കേരള തനിമ. അതാണ് കേരള തനിമ. അത് മറക്കരുത്. ആര് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ധരിക്കരുത്. കേരള ഭാഷയുടെ, മലയാള ഭാഷയുടെ നവീനമായ ആവിഷ്കാരം തുഞ്ചത്താചാര്യനിലൂടെ നടന്നെങ്കിൽ ആ തുഞ്ചത്താചാര്യന്റെ മുഖ്യ കൃതിയായ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. അതാണ് കേരള തനിമ. ശ്രദ്ധിക്കുക. ആ തനിമയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം, ഉയർത്താൻ സാധിക്കണം. അതിന് നമ്മൾ ഓരോരുത്തരും പ്രയത്നശാലികളാവണം. ഓരോരുത്തരും. സാമ്പത്തിക ഭദ്രതയുള്ള സമൂഹം. നോക്കൂ, നിത്യവും പാരായണം ചെയ്യണം എന്ന് വിധിക്കപ്പെട്ട വേദഭാഗമാണ് ശ്രീരുദ്രം. യജുർവേദത്തിലുള്ള ശ്രീരുദ്രത്തിലെ ഒരു അധ്യായം മുഴുവൻ ചമകമാണ്. ഒരധ്യായം ചമകമാണ്. എന്തുകൊണ്ട് ചമകം? ചമേ 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 എന്ന് പറയുന്നത് കൊണ്ട്. എന്താ അതിൽ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് പണം വേണം, എനിക്ക് പശു വേണം, ആട് വേണം, കോലാട് വേണം, ചെമ്മരിയാട് വേണം, ആന വേണം, കുതിര വേണം, പട്ടുവസ്ത്രം വേണം, കമ്പളി വസ്ത്രം വേണം, പരുത്തി വസ്ത്രം വേണം. ഇങ്ങനെ 300 ചില്ലാൻ പ്രാർത്ഥനകളാ. ഒരിടത്ത് പോലും എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കൊച്ചു മക്കളോട്, ഒരു കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന കുട്ടികളോട് ഒരു ചമകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവര് ഇന്ന് എനിക്ക് നല്ലൊരു ഐഫോൺ 16 Pro Max വേണം, അല്ലെങ്കിൽ 17 Pro Max വേണം, അല്ലെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പ് വേണം എന്നൊക്കെ പറയും. പറയട്ടെ, ആഗ്രഹിക്കട്ടെ. നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മടിയന്മാരായി, അലസന്മാരായി ഇരിക്കാൻ കഴിയില്ല. അവർക്ക് മന്ദന്മാരായി ഇരിക്കാൻ കഴിയില്ല. ഇതാണ് വേദം നമ്മളെ പഠിപ്പിച്ചത്. അല്ലാതെ എല്ലാവരോടും സന്യാസാദർശമല്ല പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് സാമ്പത്തികമായി ഭദ്രതയുള്ള സമൂഹം, പരസ്പര സഹകരണത്തിന്റെ, പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത, പരസ്പരം സഹകരിച്ച് നിങ്ങൾ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുക. ആ ഒരു സമാജ സൃഷ്ടിക്ക് നമുക്ക് പരിശ്രമിക്കാം. നേരത്തെ പറഞ്ഞുവല്ലോ, വേദത്തിന്റെ മഹിമ
യതി മഠങ്ങളിൽ നിന്നും ഗിരിഗുഹകളിൽ നിന്നും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വിവേകാനന്ദ സ്വാമികൾ ചെയ്ത ആഹ്വാനത്തെ വേദസാരം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികള് നമുക്ക് പറഞ്ഞു തന്നൊരു കൃതിയുണ്ട്. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് പറഞ്ഞ ഭഗവത്ഗീത. ആ ഭഗവത്ഗീത വേദത്തിന്റെ സന്ദേശമാണ്. ആ ഭഗവത്ഗീത ഉപദേശിച്ച സമയത്ത്, ഭഗവാൻ ഉപദേശിച്ച സമയത്ത് 2 പേര് കേട്ടു. സർവജ്ഞനായ ഭഗവാൻ വേദവ്യാസനെ മാറ്റിവെച്ചിട്ടാ പറയുന്നത്. ഒന്ന് അർജുനനും ഒന്ന് സഞ്ജയനും. ആരായിരിക്കും നല്ലോണം കേട്ടിട്ടുണ്ടാവുക? സ്വാമി, അർജുനനാ. കാരണം അർജുനനോടാണല്ലോ ഉപദേശിച്ചത്. അല്ല, അർജുനൻ വിഷാദഗ്രസ്തനായിരുന്നു. അർജുനൻ ധർമ്മസമൂഢനായിരുന്നു. അർജുനൻ ശോകമോഹ സന്തപ്തനായിരുന്നു. അർജുനൻ ചില കഷ്ണവും മുറിയും വക്കും മൂലിയൊക്കെ കേട്ടിട്ടുള്ളൂ, മുഴുവൻ കേട്ടിട്ടില്ല. അത് ഭഗവാന്റെ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കച്ചിദേതശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസാ കച്ചിദജ്ഞാന സമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ. എടോ, ഞാൻ പറഞ്ഞ വല്ലോ നീ കേട്ടോ? അല്ല, ജ്ഞാന സമൂഹത്തിൽ പെട്ട് നഷ്ടായി പോയോ എന്ന് ഭഗവാൻ ചോദിക്കണമെങ്കിൽ കേട്ടിട്ടില്ല എന്ന് ഉറപ്പാ. പിന്നെ ആരാ കേട്ടത്? സത്യധർമ്മങ്ങളിൽ ഉറച്ച ഋഷിതുല്യ പ്രഭാവനായ സഞ്ജയനാ കേട്ടത്. ആ സഞ്ജയൻ ഗീത മുഴുവൻ കേട്ട ശേഷം നമുക്ക് വേണ്ടി ഒരു മഹാസന്ദേശം ആറ്റി കുറുക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സന്ദേശം ഇന്നത്തെ ഹിന്ദു സമൂഹം ഓർമ്മിച്ചാൽ, ഇന്നത്തെ ഭാരതീയ സമൂഹം ഓർമ്മിച്ചാൽ, ഇന്നത്തെ കേരളീയ സമൂഹം ഓർമ്മിച്ചാൽ നമുക്ക് പരമമായ മഹിമയിലേക്ക് ഉയരാം. എന്താണ് ആ സന്ദേശം? നോക്കൂ, നമ്മൾ ക്ഷേമരാഷ്ട്രത്തെ കുറിച്ച് വാദോരാതെ പറയാറുണ്ട്. വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം. ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ഒക്കെ ക്ഷേമരാഷ്ട്രത്തെ കുറിച്ച്, വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് പറയാറുണ്ട്. ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രധാനമായി 4 ഘടകങ്ങൾ വേണം. 1 ശ്രീ, 2 വിജയ, 3 ഭൂതി, 4 ധ്രുവാനീതി. ഐശ്വര്യം വേണം, സമ്പദ് ഐശ്വര്യം. വ്യവസായത്തില്, കൃഷിയില്, നവീന സാങ്കേതിക മേഖലകളില് എല്ലാത്തിലും ഉയർന്ന് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സമാജം. ശ്രീ വിജയ, എല്ലാ മേഖലയിലും, കലയിലായാലും സാഹിത്യത്തിലായാലും സൈനിക മികവിലായാലും കയറ്റുമതിയിലായാലും എന്ന് വേണ്ട എല്ലാത്തിലും വിജയം, എല്ലാത്തിലും വിജയം. ഭൂതി, മഹാത്മ്യം. സർവോപരി ധ്രുവാനീതി, നിത്യമായ നീതി നിർവഹണം, ജസ്റ്റിസ്. ഈ 4 ചേർന്നാലേ ഒന്ന് വെൽഫെയർ സ്റ്റേറ്റ് ആവുള്ളൂ, ഒന്ന് ക്ഷേമരാഷ്ട്രമാവുള്ളൂ. ഈ ക്ഷേമരാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ സഞ്ജയൻ പറയാണ് അവിടെ 2 ഘടകങ്ങൾ വേണം. 1 യോഗേശ്വരനായ കൃഷ്ണൻ, 2 ധനുർധരനായ പാർത്ഥൻ. ഏത് കൃഷ്ണൻ? ഉണ്ണികൃഷ്ണനുണ്ട്, വെണ്ണകൃഷ്ണനുണ്ട്, ഗോപീകൃഷ്ണനുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്. കൃഷ്ണൻ അനേക ഭാവങ്ങളുണ്ട്. ഓരോ കൃഷ്ണഭാവവും നമുക്ക് പാഠങ്ങൾ നൽകുന്നുമുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് യോഗേശ്വരനായ കൃഷ്ണനാണ്. ആ യോഗേശ്വരനായ കൃഷ്ണന്റെ സുമനോഹരമായ ചിത്രം മധുസൂദന സരസ്വതി സ്വാമികൾ വരച്ചു വെച്ചിട്ടുണ്ട്. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ. ഭക്തിയോഗത്തിന്റെ, കർമ്മയോഗത്തിന്റെ, ജ്ഞാനയോഗത്തിന്റെ മൂർത്തിമത് ഭാവമായ കൃഷ്ണൻ, യോഗേശ്വരൻ, വേദമൂർത്തി, ബ്രഹ്മ തേജസ്, അറിവിന്റെ ആൾരൂപം. ആ കൃഷ്ണൻ മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ആ കൃഷ്ണൻ ഒരിക്കലും ഭാരതത്തിൽ ഇല്ലാണ്ടായിട്ടില്ല.
എന്നിട്ട് പിന്നെ നമ്മൾ എങ്ങനെ അടിമകളായി? അവിടെയാണ് രണ്ടാമത്തെ ഘടകം. പാർത്ഥൻ വേണം, അർജുനൻ. ഏതർജുനൻ? നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി തന്റെ കർമ്മോപാധിയെ താഴെ വെച്ച് എന്നെ ഒന്നിനും കൊള്ളില്ലേ, ഞാനൊരു പാവാണേ, ഇങ്ങനെ ജീവിച്ചു പോണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന പാർത്ഥനല്ല. പിന്നെയോ നോക്കൂ, അവർക്ക് വിവരമില്ലാത്തോണ്ടല്ലേ അവര് യുദ്ധത്തിന് വന്നത്. നമ്മൾ വലിയ വിവരമുള്ളവരല്ലേ? വിവരമുള്ളവരാവുമ്പോ ഒക്കെ സഹിക്കല്ലേ വേണ്ടത്. ഈ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഈ വാക്കുകൾ നമ്മളെ ദുർബലരാക്കിയതാണ്. ആവർത്തിക്കുന്നു, ഇവിടെ വിവരമുള്ള അറിവുള്ള ഹിന്ദു സമാജം എന്തും സഹിക്കാൻ തയ്യാറാവണം. മറ്റുള്ളവരെ നിങ്ങൾ ഉപദ്രവിച്ചാൽ നിങ്ങൾ തിരിച്ചടിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ സഹിക്കണം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വാക്യം അർജുനന്റെ വാക്യമാണ്. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിः പാപാദസ്മാ നിവർത്തിതും. കൃഷ്ണ, അവർക്ക് വിവരമില്ലാത്തോണ്ട് അവര് യുദ്ധത്തിന് വരുന്നു. നമ്മളിതൊക്കെ സഹിക്കല്ലേ വേണ്ടത്? വിവരമുള്ള കൂട്ടര്, വിവരമുള്ളവരെ ഇടത്ത് കിട്ടിയ വലത്ത് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത്? അമ്പും വില്ല് താഴെ വെക്കല്ലേ വേണ്ടത്? എന്ത് മതപരിവർത്തനം കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ വേണ്ടത്? എന്ത് പീഡനങ്ങൾക്ക് വിധേയരായാലും അല്ല, ഞാൻ പ്രതികരിച്ച അവര് വേറെ വല്ലതും വിചാരിക്കോ എന്ന് വിചാരിക്കുകയല്ലേ വേണ്ടത്? ഈ അർജുനനല്ല നമുക്ക് വേണ്ടത്. പിന്നെ ഏത് അർജുനനാണ്? ധനുർധരഃ, വില്ലേന്തി അർജുനൻ. വില്ലേന്തി അർജുനൻ അക്രമകാരിയാണ്. അവൻ നമുക്ക് വേണ്ട. യോഗേശ്വരനായ കൃഷ്ണന്റെ ഉപദേശം അനുസരിക്കുന്ന വില്ലേന്തി അർജുനനാണ് വേണ്ടത്. ഈ ബ്രഹ്മ തേജസ്സും ക്ഷാത്ര വീര്യവും ഒത്തുചേർന്നാൽ, അറിവും കരുത്തും ഒത്തുചേർന്നാൽ, ശാന്തിയും ശക്തിയും ഒത്തുചേർന്നാൽ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മളെ വെല്ലാൻ കഴിയില്ല. ഇതിൽ യാതൊരു സന്ദേഹവും ഇല്ല. ആ ഒരു സന്ദേശം സമാജത്തിന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കരുത്തിന്റെ സന്ദേശം സമാജത്തിന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്ര. കേരളത്തിലെ എല്ലാ സന്യാസാശ്രമങ്ങളിൽ നിന്നും, ഇവിടെ ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ പല ആശ്രമങ്ങളുടെയും പ്രതിനിധികളെ കണ്ടില്ലെന്ന് വരും. അതിന് കാരണമുണ്ട്. വരും ദിവസങ്ങളിൽ ധർമ്മ സന്ദേശ യാത്രകൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലുള്ള മഠാധിപതിമാരും വന്നിട്ടില്ല. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, അങ്ങനെ അവിടെ തയ്യാറെടുക്കുകയാണ്. അവിടത്തത് കഴിയുമ്പോൾ അവരിതിനോട് ചേരും. ശ്രദ്ധിക്കുക, കേരളത്തിലെ എല്ലാ മഠങ്ങളും, ശ്രീരാമകൃഷ്ണ മഠമായാലും, ചിന്മയ മിഷനായാലും, മാതാ അമൃതാനന്ദമയി മഠമായാലും, തീർത്ഥപാദ ആശ്രമമായാലും, അവിടുത്തെ ഒക്കെ മഠാധിപതിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശാന്തിഗിരി ആശ്രമമായാലും, സമ്പോധ് ഫൗണ്ടേഷൻ ആയാലും, ദയാനന്ദ സ്വാമികളുടെ ശിഷ്യ പരമ്പരയായാലും, അങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ പലരെയും വിട്ടുപോവുക എന്ന ഒരു ദോഷം സംഭവിക്കും. അതുകൊണ്ട് പറയട്ടെ, എല്ലാവരും ഒന്നായി ചേർന്ന് നടത്തുകയാണിത്. ഒന്നായി. മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യ രക്ഷാധികാരിയായി, പ്രസിദ്ധ സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണൻജി അധ്യക്ഷനായി, ഈ ധർമ്മ സന്ദേശയാത്രയുടെ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ഏതായാലും വളരെ ആവേശോജ്വലമായ രീതിയിലുള്ള തുടക്കം ഈ കാസർഗോഡ് നേരത്തെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ട സമയത്ത് നമ്മൾ ചോദിച്ചു, ഇത്ര വലിയ വെയിലത്ത് പോയിട്ട് ആരാ ഉണ്ടാവുക അവിടെ? ഇത്ര വലിയ വെയില്.
ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ ഭാഗത്ത് ആള് കുറച്ച് കുറവായിരുന്നെങ്കിലും ആ ഭാഗത്ത് മുഴുവൻ നിറഞ്ഞ ഒരു സമൂഹത്തെ കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി. ഇത് പ്രത്യക്ഷമായ ഹൈന്ദവ സമാജത്തിന്റെ പരിവർത്തനത്തിന്റെ ലക്ഷണമാണ്, ഒരു സംശയവുമില്ല. ഈ പരിവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ കർത്തവ്യം. ആ കർത്തവ്യം ഏതെങ്കിലും സന്യാസിമാരുടെ കർത്തവ്യമല്ല, മറിച്ച് അമ്മയുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം അച്ഛന്റെ കർത്തവ്യമാണ്. ആ കർത്തവ്യം കുടുംബത്തിന്റെ കർത്തവ്യമാണ്. കാരണം നമ്മുടെ ധർമ്മത്തെ നിലനിർത്തുന്നത് കുടുംബമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങൾ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ അത്തരം ശക്തികളുടെ അധിനിവേശ പരമ്പര സംഭവിച്ചിട്ടും ഈ ഭാരതം നശിച്ചിട്ടില്ല, ഒട്ടും നശിച്ചിട്ടില്ല. ആയിരം വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ സസ്വരം വേദം ചൊല്ലിയോ അതുപോലെ തന്നെയാ ഇന്നും വേദം ചൊല്ലുന്നത്. കുറച്ച് ചില ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും, അതിലേറെ വളർച്ചയും വന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷാ നിർഭരമായ മനസ്സോടുകൂടി ലോകം ഉറ്റുനോക്കുന്നത് ഭാരതീയ തത്വചിന്തയിലേക്കാണ്. ഭാരതത്തിലെ ആചാര്യന്മാർ എന്ത് പറയുന്നു എന്ന് ആകാംക്ഷയോടുകൂടി പ്രതീക്ഷാപൂർവം നോക്കുന്ന ഒരു സമാജത്തെയാണ് നമ്മൾ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, വലിയ പരിവർത്തനമാണ്. അതിലൊരുപാട് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ. കാരണം ശാന്തിക്ക്, സമാധാനത്തിന്, സത്യാന്വേഷണത്തിന്റെ മാർഗത്തിൽ ഈ വൈദികമായ ചിന്താപദ്ധതി മാത്രമേ നമ്മളെ മുന്നോട്ട് നയിക്കുള്ളൂ. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ആദരിക്കുന്ന, വളഞ്ഞും പുളഞ്ഞും നേർക്കും എല്ലാം ഒഴുകുന്ന പുഴകൾ ഒരു സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ അനേക ഉപാസനാ മാർഗങ്ങളിലൂടെ ഒരേ ഈശ്വരനെ പ്രാപിക്കാം എന്ന ചിന്താ പദ്ധതിയെ മുന്നോട്ട് വയ്ക്കുന്ന ഏക ദർശനമേ ലോകത്തിലുള്ളൂ. മറ്റത് എന്റേത് മാത്രം ശരി, എന്നിലൂടെ മാത്രം. അതെ, വനസമാനം ശീതളിമ നൽകുന്ന സംസ്കൃതി അത് തോട്ടത്തിൽ നിന്ന് ഭിന്നമാണ്. തോട്ടം, പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അവിടെ ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കളയാണ്. ആവർത്തിക്കട്ടെ, തോട്ടം, പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കളയാണ്. എന്നാൽ വനം അതല്ല, അത് സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന വ്യവസ്ഥയാണ്. ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ലോകം സുന്ദരമായി നിലനിൽക്കണമെന്ന് സങ്കല്പിക്കുന്ന, ലോകത്തിന് മുഴുവൻ സുഖം ആശീർവദിക്കുന്ന, ശാന്തിയെ പ്രാർത്ഥിക്കുന്ന ഏകമായ ദർശനം, ഏകമായ ചിന്താപദ്ധതി, ഈ സനാതനധർമ്മം, ഈ ഹിന്ദുധർമ്മം, ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങേയറ്റം വേരോടി അതിൽ നമ്മൾ അനന്യതയെ പ്രാപിച്ച് ആചാരനിഷ്ഠയോടുകൂടി, ശാസ്ത്രബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഇതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ ഒറ്റ ആശയം മാത്രം പറയാം. നമ്മൾ കഴിവിന്റെ പരമാവധി ലോകത്തിൽ ഉടനീളം വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. ആശ്രമത്തിനെ കുറിച്ച് ശാഖകളൊക്കെ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ കേന്ദ്രസ്ഥാനം കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ എന്നുള്ള സുഗ്രാമമാണ്. അവിടെ മാത്രം 100-ലധികം പെൺകുട്ടികളെ ഓരോ വർഷവും കൊണ്ടുവരുന്നുണ്ട് മതം മാറ്റ കേന്ദ്രങ്ങളിൽ നിന്ന്. മതം മാറ്റ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിനെ തുടർന്ന്
അഥവാ നമുക്കിവിടെ പറയാൻ കൊള്ളാത്ത പല ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി സമനില നഷ്ടപ്പെട്ടിട്ട് ആ മക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും അറിയാം. സയൻസോ ടെക്നോളജിയോ ചോദിച്ചാൽ അവർക്കറിയാം, ആർട്സോ സ്പോർട്സോ ചോദിച്ചാൽ അവർക്കറിയാം, സിനിമയോ ഡ്രാമയോ ചോദിച്ചാൽ അവർക്കറിയാം, ഡാൻസോ മ്യൂസിക്കോ ചോദിച്ചാൽ അറിയാം. പക്ഷെ സനാതന ധർമ്മത്തെക്കുറിച്ച് ചോദിച്ചാൽ, ആചാരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, ആചാര്യന്മാരെ കുറിച്ച് ചോദിച്ചാൽ ഒക്കത്തിന് മറുപടി ഒന്നാ: അറിയില്ല, അറിയില്ല, അറിയില്ല. ഈ അറിവില്ലായ്മയ്ക്ക് നമ്മുടെ മക്കളാണോ കുറ്റക്കാര്? അല്ല, നമ്മളാണ് കുറ്റക്കാര്. അമ്മയാണ്, അച്ഛനാണ്, കുടുംബമാണ്. ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക. അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ആ ഉത്തരം കണ്ടെത്തുന്നതിലേക്കുള്ള പ്രേരണയാണ് ഈ സന്യാസിമാരെല്ലാം ഒത്തൊരുമിച്ച് ധർമ്മസന്ദേശ യാത്രയിലൂടെ നടത്തുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ വളരെ സന്തോഷം. ഇത്രയും ജനങ്ങൾ ഇത്രയും പ്രതീക്ഷയോടെ, അച്ചടക്കത്തോടെ ഇവിടെ ഒത്തുചേർന്ന് ഈ ധർമ്മസന്ദേശ യാത്രയുടെ ഉദ്ഘാടന ദിവസം പങ്കുചേർന്നു. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഓരോ ജില്ലയിലും കൂടുതൽ കൂടുതൽ പേരുടെ പങ്കാളിത്തത്തോടു കൂടി ഇത് മുന്നോട്ട് പോകും. 21-ാം തീയതി ദീപാവലിയുടെ സന്ദർഭത്തിൽ, ദീപാവലി 20-ാം തീയതിയും 21-ാം തീയതിയായിട്ട് മുറിഞ്ഞിട്ടാണ് വരുന്നത്. പുതിയൊരു ദീപം നമ്മുടെ സമാജത്തിൽ ഉയരണം. ആ ദീപം ഉയർത്തുന്നതിന് ഈ വാൽമീകി ജയന്തി നൽകുന്ന സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ വേണം. ധർമ്മബോധം നഷ്ടപ്പെട്ട്, സ്വന്തം മഹിമാബോധം നഷ്ടപ്പെട്ട് അബദ്ധസഞ്ചാരം ചെയ്ത് അതിൽ തുടരുകയല്ല ചെയ്തത്. മറിച്ച് സപ്തർഷിമാരുടെ ഉപദേശം ഏറ്റെടുത്ത് ആ ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി. ആ തയ്യാറായതിലൂടെ മഹാകവിപദം, ആദികവിപദം, ആദ്യ ഇതിഹാസകാരപദം അതിനെ പ്രാപിച്ചു. അതുപോലെ പ്രാപിക്കാവുന്ന അവസ്ഥ നമ്മുടെ സമാജത്തിനുണ്ട്. ഒരു നഷ്ടവും നമുക്ക് വന്നിട്ടില്ല. ന്യൂനതകൾ ഏറെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തിരുത്താൻ കഴിയും. നമുക്ക് ആചാര്യന്മാരുടെ മഹത്തായ ഉപദേശമുണ്ട്. നമ്മൾ ഇരിക്കുന്നത്, തുടക്കത്തിൽ പറഞ്ഞു, പൂരക്കളിയുടെയും മറുത്തുകളിയുടെയും കാളിയാട്ടങ്ങളുടെയും ശക്തി ഉപാസനയുടെ ശ്രദ്ധിക്കുക, അശക്തി ഉപാസനയുടെ അല്ല, നാട്ടിലാണ് എന്നല്ല. സമീപ കാലഘട്ടത്തിലാകട്ടെ നിത്യാനന്ദ സ്വാമികളെ പോലുള്ള, പപ്പ രാംദാസിനെ പോലുള്ള, കൃഷ്ണഭായി മാതാജിയെ പോലുള്ള മഹാമനീഷികൾ പ്രവർത്തിച്ച ജില്ലയാണിത്. ഇന്നും ഒട്ടനേകം ആശ്രമങ്ങളും സന്യാസി ശ്രേഷ്ഠന്മാരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒട്ടനേകം താന്ത്രിക ആചാര്യന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീവിദ്യാദി സമ്പ്രദായത്തിലുള്ള ഗുരുനാഥന്മാര് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യോഗവും വേദവും ജ്യോതിഷവും ഒക്കെ പഠിപ്പിക്കുന്ന ആചാര്യന്മാര് കാസർഗോഡ് പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടെത്തുക, അറിയേണ്ടതിനെ അറിയുക. ആ അറിവിന്റെ കരുത്ത് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വളരെ വളരെ സന്തോഷം. നമസ്കാരം.